പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് കീഴടങ്ങി. CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജെയ്സൺ ജോസഫാണ് പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, ഈ സംഭവം എങ്ങനെയായിരുന്നു? മറ്റാരെങ്കിലും കൂടിയുണ്ടോ പ്രതികളായി? CPM പത്തനംതിട്ട പെരുന്നാട് ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവും കൂടിയാണ് പത്തനംതിട്ട ചിറ്റാർ സീതത്തോട് സ്വദേശിയായ ജെയ്സൺ ജോസഫ്. ഇയാൾ അഭിഭാഷകൻ മുഖേന 9:30 കൂടിയാണ് പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. പ്രതിയെ ഡിവൈഎസ്പി ഓഫീസിനുള്ളിൽ അന്വേഷണ സംഘാംഗങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ്. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാകും. ഡിസംബർ 20 ലോ കോളേജിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ KSU പ്രവർത്തകയുടെ മുഖത്ത് ഇടിവള കൊണ്ട് ഇടിക്കുകയും അവരുടെ സ്ത്രീത്വത്തെ അവമാനിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ജെയ്സനെ പ്രതിയെടുത്ത് പോലീസ് കേസെടുത്തത്. അതാകട്ടെ, പരാതി ലഭിച്ചതിന് ഏറെ ദിവസങ്ങൾക്ക് ശേഷം KSU പ്രവർത്തകർ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസിന് പോകേണ്ടി വന്നത്. തുടർന്ന് ഇയാൾ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ജെയ്സന്റെ പശ്ചാത്തലം പരിശോധിച്ച കോടതി ഇയാൾക്ക് എതിരായ മറ്റു കേസുകൾ നിരവധി ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. തുടർന്ന് കഴിഞ്ഞ മാസം 9 സുപ്രീം കോടതിയും സമാന നിലപാട് സ്വീകരിച്ചു. അതേസമയം തനിക്കെതിരായിട്ടുള്ള കേസുകളൊക്കെ തന്നെ രാഷ്ട്രീയ ബന്ധമുള്ള കേസുകളാണ് എന്നുള്ള വിശദീകരണമാണ് ജെയ്സനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും നൽകുന്നത്. അതേസമയം തന്നെ സുപ്രീം കോടതി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന പക്ഷം, പ്രത്യേകിച്ചും സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നുള്ള വകുപ്പ് കൂടി ഉൾപ്പെടുത്തുന്ന ഒരു കേസിൽ ഏറ്റവും അടുത്തായി പ്രതീക്ഷിക്കാവുന്ന നടപടി പോലീസിന്റെ അറസ്റ്റാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആറന്മുള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. CPMന്റെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇത്തരത്തിൽ ജെയ്സനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണമെന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉയർന്നിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ആഴ്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജ് മാനേജ്മെന്റിനെതിരെയും സമരം പ്രഖ്യാപിച്ചു. കോളേജിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയും അക്രമാസക്തമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇയാളെ കോളേജിൽ നിന്നും പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഒരു മാസം പിന്നിട്ട വേളയിൽ പാർട്ടി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജെയ്സൺ പോലീസിന് മുൻപാകെ കീഴടങ്ങിയിട്ടുള്ളത്. ശരി.